നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ കേന്ദ്ര സർക്കാരും CJPയുമായുള്ള ചർച്ച അവസാനിച്ചു. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിലാണ് ചർച്ച നടന്നത്. മന്ത്രിയുടെ രാജി ഒഴികെ 2 ആവശ്യങ്ങൾ അംഗീകരിച്ചു. KJ ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്നാലും ചർച്ച അവസാനിച്ചിരിക്കുകയാണ്. എന്തെല്ലാം ആവശ്യങ്ങളാണ് കേന്ദ്രം അംഗീകരിച്ചിരിക്കുന്നത്? കൂടാതെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി അടക്കം പ്രതീക്ഷിക്കാമോ? 2 മണിക്കൂറിലധികം നീണ്ടുനിന്ന ഒരു വലിയ മാരത്തോൺ ചർച്ചയാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. CJP തുടക്കം മുതൽ തന്നെ 3 ആവശ്യങ്ങളാണ് മുന്നോട്ട് വച്ചിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. എന്തായാലും അത് അംഗീകരിക്കാൻ നിലവിൽ കേന്ദ്ര മന്ത്രിമാർ തയ്യാറായിട്ടില്ല. ഈ ചർച്ചയിൽ അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തിട്ടില്ല. അതിനുശേഷം മറ്റ് പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഈ സമരവുമായി ബന്ധപ്പെട്ട വലിയ സംഘർഷമുണ്ടായി. ഡൽഹി പോലീസും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും തമ്മിൽ പലതവണ ഏറ്റുമുട്ടുന്നത് നാം കണ്ടിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഈ വിദ്യാർത്ഥികൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിയമ നടപടിക്കുള്ള തയ്യാറെടുപ്പുകളും ഒരു ഭാഗത്ത് ഡൽഹിയിൽ പോലീസ് നടത്തുകയായിരുന്നു. അതെന്തായാലും അത്തരം ഈ വിദ്യാർത്ഥികൾക്കെതിരെ കേസുകൾ എടുക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നൊരാവശ്യമുണ്ട്. അത് ഒരു പരിധിവരെ അംഗീകരിച്ചെന്നാണ് ഇപ്പോൾ CJP നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ തന്നെ 7-ലധികം വിദ്യാർത്ഥികൾ മരണപ്പെട്ടിരുന്നു, ആത്മഹത്യ ചെയ്തിരുന്നു. അവർക്കെല്ലാം ഈ വലിയ രീതിയിൽ തന്നെ ഒരു ധനസഹായം, അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളണമെന്നും ആദ്യം മുതൽ തന്നെ CJPയുടെ ഒരു ആവശ്യമായിരുന്നു. എന്തായാലും ഈ 2 ആവശ്യങ്ങളാണ് നിലവിൽ അംഗീകരിച്ചതായി CJP നേതാക്കൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ പ്രധാന ആവശ്യമായ ഇതിൻ്റെ എല്ലാം ഉത്തരവാദിയായ, അതോടൊപ്പം തന്നെ ഈ സിസ്റ്റത്തെ, ഈ രീതിയെ, ഈ വിദ്യാഭ്യാസ വകുപ്പിനെ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് അവരുടെ തുടക്കം മുതൽ ഉള്ള ആവശ്യം എന്തായാലും ഈ സമയത്ത് അംഗീകരിച്ചിട്ടില്ല. അത് ആ പശ്ചാത്തലത്തിൽ തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് CJP നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരായ ജിതേന്ദ്ര പ്രസാദ് സിംഗ്, അതോടൊപ്പം തന്നെ JP നഡ്ഡ എന്നിവരാണ് ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നത്. ഇന്നലെയും സോനം വാങ്ചുക്കുമായും ഇത്തരത്തിൽ ഈ 2 കേന്ദ്രമന്ത്രിമാർ തന്നെയായിരുന്നു ചർച്ച നടത്തിയിരുന്നത്. അതിനുശേഷമാണ് ഇന്ന് CJP നേതാക്കളുമായി ചർച്ചയ്ക്ക് വിളിച്ചത്. എന്തായാലും 2 മണിക്കൂറിലധികം നീണ്ടുനിന്ന ചർച്ചയാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ഈ ചർച്ച നാളെയും തുടരുമെന്ന് CJP നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഈ നേതാക്കളുടെയും അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികളുടെയും പ്രധാന ആവശ്യം ഈ കേന്ദ്രമന്ത്രിയുടെ രാജി തന്നെയാണ്. അത് തന്നെയാണ് ഇന്ന് ഒരു പൊതുസമൂഹവും ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നീക്കത്തിൽ പൊതുസമൂഹവും എത്തപ്പെട്ട സാഹചര്യത്തിലാണ് ഈ സമരം കൂടുതൽ കളിപ്പിക്കാൻ CJPയും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എന്തായാലും നാളെയും ഇതിൻ്റെ തുടർച്ചയായുള്ള ചർച്ചകളുണ്ട്. മണിക്കൂറുകളോളം നീണ്ടുനിന്ന ഈ ചർച്ചയിലും തീരുമാനമാകാതെ മുന്നോട്ട് പോയത് എന്തായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഈ അരാഷ്ട്രീയ പ്രസ്ഥാനമായി ഈ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരും നേതാക്കളുമെല്ലാം അരാഷ്ട്രീയ പ്രസ്ഥാനമെന്ന് മുദ്ര കുത്താൻ ശ്രമിച്ചിട്ടും ഈ വലിയ രീതിയിലുള്ള പിന്തുണ ലഭിച്ചതെല്ലാം ഈ കേന്ദ്ര സർക്കാരിന് വലിയ രീതിയിൽ തലവേദനയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ തുടർച്ചയായി തന്നെ ഈ ചർച്ചകളിൽ ഏർപ്പെടുന്നതും അതിനുള്ളൊരു അവസരം ഒരുക്കുന്നതും. തുടക്കത്തിലെന്നും ഈ ഒരു നിലപാടല്ലായിരുന്നു കേന്ദ്ര സർക്കാരിനുള്ളത്. ഈ അവസാന ഘട്ടത്തിലാണ് അതൊരു ജനകീയ പ്രക്ഷോഭമായി മാറിയ ഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ മാസം 20-ാം തീയതി സോനം വാങ്ചുക്കിൻ്റെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ അഭിജിത്തിൻ്റെ നേതൃത്വത്തിലുമെല്ലാം അവിടെ വലിയ സമരങ്ങൾ നടക്കുന്നു. പിന്നീട് അത് സംഘർഷത്തിലേക്ക് കലാശിക്കുന്നു. പ്രതിപക്ഷ നേതാക്കളും അതോടൊപ്പം തന്നെ കോൺഗ്രസും SPM അടക്കമുള്ള പാർട്ടികൾ, ഇടതു പാർട്ടികളുമെല്ലാം പിന്തുണ പ്രഖ്യാപിച്ച ഘട്ടത്തിലാണ്, കൈവിട്ടു പോകുന്നു എന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ചർച്ചയുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും തുടർ ചർച്ചകൾ ഇനി ഉണ്ടാകും. തങ്ങൾക്ക് അനുകൂലമായൊരു സാഹചര്യമാണ് ഇന്ത്യയിലുള്ളതെന്നും അതുകൊണ്ട് തന്നെ ഈ മന്ത്രിയുടെ രാജി ഇല്ലാതെ പിന്നോട്ട് പോകില്ലെന്നുമാണ് ഇപ്പോൾ CJP നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, എന്തായാലും ചർച്ച അവസാനിച്ചിരിക്കുകയാണ്. എങ്കിലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യവുമായി മുന്നോട്ട് തന്നെ എന്നാണ് CJP പ്രവർത്തകർ പറയുന്നത്. അതിന് യാതൊരു പിന്നോട്ടും പോകുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്രത്തിനെ അടക്കം സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനിയും ചർച്ചയിലേക്കായിരിക്കും ഈ ഒരു ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CJP കടക്കുക. KJ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.